യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ ഇനി OJ ജനീഷ് നയിക്കും. ബിനു ചുള്ളിയിലാണ് വർക്കിംഗ് പ്രസിഡന്റ്. OJ ജനീഷിനായി ഷാഫി പറമ്പിൽ സ്വീകരിച്ച നിലപാടും നിർണായകമായി. ലൈംഗികാരോപണ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം ഒഴിഞ്ഞുകിടന്നത്. അധ്യക്ഷനില്ലാത്ത 51 ദിവസം. ഏറെ ചർച്ചകൾക്കൊടുവിലാണ് OJ ജനീഷിനെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചത്. നേതാക്കന്മാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തതായിരുന്നു യൂത്ത് കോൺഗ്രസിലെ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഒടുവിൽ സാമുദായിക സമവാക്യം OJ ജനീഷിന് തുണയായി. ഈഴവ വിഭാഗത്തിൽപ്പെട്ട ജനീഷിന് ഷാഫി പറമ്പിലിന്റെ പിന്തുണയും കരുത്തായി. പഴയ A ഗ്രൂപ്പുകാരനെങ്കിലും ജനീഷിനിപ്പോൾ KC വേണുഗോപാലുമായാണ് അടുപ്പം. വളരെ അഭിമാനകരവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കഴിഞ്ഞകാല ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതുപോലെ തന്നെ സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതൃത്വങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. യൂത്ത് കോൺഗ്രസിൽ ആദ്യമായി വർക്കിംഗ് പ്രസിഡന്റുമുണ്ടായി. കീഴ്വഴക്കങ്ങൾ മറികടന്ന് ബിനു ചുള്ളിയിലിനെ ആ സ്ഥാനത്തേക്ക് നിയമിച്ചതും KC വേണുഗോപാൽ പക്ഷക്കാരൻ എന്ന മെറിറ്റ്. ഇന്ന് സംഘടനയിലെ ഒരു വലിയ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് പാർട്ടി നേതൃത്വത്തോട് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഞാനെന്നുള്ളതല്ല, ഇപ്പം ചർച്ച ചെയ്യപ്പെടാത്ത ആളുകളുമൊക്കെ ഇതിനകത്ത് അർഹതപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ട്. പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ്, അതിനെ ആ രീതിയിൽ തന്നെ കാണുന്നുള്ളൂ. KPCC അധ്യക്ഷനും KSU അധ്യക്ഷനും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടത് എന്നതാണ് അബിൻ വർക്കിക്ക് തിരിച്ചടിയായത്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതാണ് KM അഭിജിത്തിനെ ഒഴിവാക്കാനുള്ള കാരണം. തർക്കം ഒഴിവാക്കാനായി ഇരുവരെയും ദേശീയ സെക്രട്ടറിമാരായി നിയമിച്ചു. ജില്ലയിൽ മികച്ച സംഘാടകൻ എന്ന പേരെടുത്തിട്ടുണ്ടെങ്കിലും തൃശൂരിനപ്പുറം മേൽവിലാസമുണ്ടാക്കാൻ OJ ജനീഷിന് ഇനിയുമായിട്ടില്ല. I ഗ്രൂപ്പ് പൂർണ്ണ മനസ്സോടെ തീരുമാനത്തെ അംഗീകരിച്ചില്ലെങ്കിൽ അതും പ്രതിസന്ധിയാവും. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ യുവജന സംഘടനയ്ക്ക് സമരസംഘടനയായി മാറാൻ കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം. സലിം മാലിക്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.